ഇതൊന്നും വരുന്നില്ലല്ലേ എന്നില്ലേ? ആനന്റെ കാലിന്റെ അടിയിൽ കിടന്നിട്ട് ഇങ്ങനെയാണ് കാലിങ്ങനെ എടുത്തേക്കുന്ന വീഡിയോ എടുക്കാൻ നല്ലതാ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ അർജുൻ. നമ്മളെ ഒരു അമ്പലത്തിൽ ഉത്സവം ഉണ്ട് ഇവിടെ വെസ്റ്റിൽ കടുങ്ങോഞ്ചിറ ഗണപതി ക്ഷേത്രത്തിൽ. എൻ്റെ ആൻറ്റീൻ്റെ വീടാണ്. അപ്പോൾ അവിടേക്ക് പോവുക. കുടുംബക്കാരൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മയും പോകും. ഇപ്പോൾ ഏകദേശം സമയം എത്രയായി? 10-11 11:45. 12 മണി 1 മണിക്കാണ് പരിപാടി ഉണ്ട്, സദ്യ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ബാക്കി അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അമ്മ പുറപ്പെട്ട് റെഡി ആയിരിക്കുന്നത്. ഫ്രണ്ട്സ്, അമ്പലത്തിലേക്ക് പൈസ ഇട്ടിട്ട് വന്നാൻ വേണ്ടി പൈസ സെറ്റാക്കണം അമ്മ. ഇതിട്ടിട്ട് വേണം പൈസക്കാരനാവേ. എന്നോട് പൈസ വേണ്ട, വേണ്ടോ? ചില്ലറ പൈസ ഇതാണ് അമ്പലത്തിലേക്ക് ഇടാനുള്ള പൈസ. ഇതിട്ട് പൈസക്കാരനായിട്ട് വേണം കല്യാണം കഴിക്കാൻ. കാണിച്ചു തരാം. ക്ലിയറും ആവില്ല. ഇതൊക്കെ കൊണ്ടുവച്ച പൈസയാണ്. 10 ഉറുപ്പ്യ ഉണ്ട്. ചില്ലറ പൈസയാണ്. ഇതാ ഗണപതിനെ പറ്റിക്കാൻ 1 ഉറുപ്പ്യ, 2 ഉറുപ്പ്യ. പിന്നെ ഗണപതിനെ പറ്റിക്കാനല്ലേ ഇത്. ഗണപതിന് 5 ഉറുപ്പ്യൊക്കെ കൊടുത്ത് പറ്റിക്കുകയാണ് അമ്മ. എന്നിട്ട് 2 ലക്ഷം 3 ലക്ഷം കിട്ടാനുള്ള പരിപാടിയാണ്. എന്തായാലും നോക്കാം. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ബാക്കി അവിടുന്ന് കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടുന്ന് കാണാം. ഹലോ, ഇതാണ്ട് അമ്പലം, നമ്മളെ കടുങ്ങോഞ്ചിറ വെസ്റ്റിയിൽ അമ്പലം. എൻട്രൻസിൽ നടന്നു പോകുന്ന ഷൂട്ടുണ്ട്. ഇവിടെ നല്ല ജനമാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടിയൊക്കെ ഉള്ളൂ. നമ്മൾ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി. നെറ്റിമിലെണ്ണ ഞാൻ ഉക്കല്ലേ, ഭയങ്കര വെളിച്ചം. ഇതാട്ടോ ആൻറ്റീൻ്റെ വീട്. ഇത് തീരെ വെളിച്ചല്ലേ ഇതിൻ്റെ ഉള്ളിൽ. ഹലോ അറിയേ? ഫ്രഞ്ച് ഫ്രൈസോ? പാട്ടാട്, നമ്മള് പാട്ടാട്ടെ. പാടാട്, കുറവാന്നുണ്ടോ? ഞാൻ യൂട്യൂബ് കാണാട്ടോ, യൂട്യൂബിലുണ്ടാവും. പാടുവോ? എന്നാ പാട്, അവള് പാടട്ടെ. അമ്പിളിക്കലയ്ക്കുള്ളില് ചോരക്കൺമുയൽ, ഇങ്ങ് നീലത്തുരുത്തില് നീൽപ്പറപ്പിൽ നിഴലിടും. അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തൊരുത്തിൽ എങ്ങു പതുങ്ങിയല്ലോ. താരക്കൊഴുത്തുള്ളൊരാൾ ചെലത്തും വെറ്റില ചെല്ലത്തിലോ. ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം. കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളരെ ഇത്രയൊക്കെയാണ്. ഇവിടെ ഈ തോരണം കെട്ടുന്ന പരിപാടിയിലാണ് ആൾക്കാർ. ഇവിടെ ഭയങ്കര സൗണ്ടാണ്. എത്രത്തോളം ചിലപ്പില്ലാതെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ കെട്ടിയിട്ടാണ് ഇവിടെ നമ്മളെ ഇതാണ് മോള് ഇങ്ങനെ 6 സെറ്റപ്പ് ചെയ്തിട്ട്. ഇവിടുത്തെ ഫേസ് വെച്ച് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. സൗണ്ട് ഭയങ്കരമാണ്. അമ്പലത്തിൽ ഇതിലാണ് ഇപ്പോൾ മറ്റേ ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലം വരുന്നത്. ഇപ്രാവശ്യം ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്ഥലം മാറിയല്ലേ ഫുഡിൻ്റെ. അവിടെ ആയിരുന്നല്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആ വീടിൻ്റെ മുറ്റത്തായിരുന്നു അവിടെ പണിയെടുക്കാം. ഇവിടെ അമ്പലത്തിലേക്കുള്ള പുഴുക്കും ഭക്ഷണമൊക്കെ ഇവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്. നമ്പൂരിമാർ തന്നെയാണ് ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുക. അതുമ്പോൾ അധികം കാണാൻ പറ്റില്ല. രാവിലെ 6:30 ക്ഷേത്രവാദ്യ സംഘം കടുങ്ങോഞ്ചിറ. വൈകുന്നേരം 6:30 ദീപാരാധന, ചുറ്റുവിളക്ക്. രാത്രി 9:30 വാദ്യമേളം. ക്ഷേത്രവാദ്യ സംഘം കടുങ്ങോഞ്ചിറ. ധനലക്ഷ്മി വലം വെച്ചിട്ട് പ്രദക്ഷിണം ചെയ്യുന്നതല്ല എന്ന് പറയുന്നുണ്ട്. വലിയ ആലാട്ടോ, പഴയ ആലാണ്.
അവിടെ ഇപ്പോൾ അമ്പലത്തിന് ചോറ് ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഞാൻ മെല്ലെ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. ഞാൻ അവിടെ പോസ്റ്റാണ് ശരിക്കും. കസിൻസൊക്കെ വരാറുണ്ട്, എല്ലാം പറ്റിച്ച്. ഇനിയിപ്പോൾ ഒരു അപ്പ് മാത്രം വരാണ്ട്. ഓൻ ബസ്സിലാന്ന് പറഞ്ഞിരിക്കുന്നു. ഓൻ വന്നിട്ട് ബാക്കി പുറത്തേക്ക് ഒന്ന് ഇറങ്ങാം. ഫുഡൊന്ന് കഴിക്കാൻ പോകണ്ടേ ഇനി. ഇത് കഴിഞ്ഞിട്ടൊന്ന് തൊഴണം. ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും ഓൻ വരണം. ഒക്കെ ഓൻ വന്നിട്ട് പോയി നോക്കാം. അടുത്ത് മെയിനായിട്ട് വീഡിയോ എടുക്കും ഭയങ്കര സൗണ്ടായി കിട്ടും. മൈക്കിലൊന്നും നോയിസ് ക്യാൻസലേഷനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ആ ലെവലിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റില്ല, തട്ടിപ്പോവും. ആൾക്കാർ തിരക്കൊണ്ട് ഫുള്ള് തട്ടി അങ്ങനെ പോയിപ്പോവും ക്യാമറ. അപ്പോൾ നമുക്ക് നോക്കി ബാക്കി കാര്യങ്ങളൊക്കെ എടുത്ത് വൈകുന്നേരം പരിപാടി ഉണ്ട്, ആന വരും. ഇപ്പോൾ ഒരു പരിപാടി വന്ന് കഴിഞ്ഞാണ്, നമ്മൾ കുറച്ച് നേരം പോയി. അപ്പോൾ ബാക്കി കുറച്ച് മെയിൻ പരിപാടികളൊക്കെ ഉണ്ട്, ചെണ്ടക്കൊട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞങ്ങൾക്ക്. അപ്പോൾ ബാക്കി ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി നോക്കാം. ഫ്രിഡ്ജിൽ എടുത്തോണ്ടോ തിന്നോ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടേ പല്ലോട്ടെ പല്ലില്ല ബ്ലോക്കായി പോലെ ഹലോ അറിയായി ടെൻഷനാ പല്ലോട്ടന്നെ ഇതാണ് കേട്ടോ അപ്പു, എൻ്റെ കസിനാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേ പോവാണ്. ഇന്ന് മൈക്ക് വിട്ടിട്ട് കണ്ടാളെന്നെ മുടിയൊക്കെ കാണിച്ചു മുടി. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേ പോയിട്ട് ബാക്കി അവിടെ ഇപ്പോൾ പരിപാടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസൊക്കെ എടുത്ത് വരാം. ഇതാണ് കേട്ടോ എൻ്റെ വേറൊരു കസിന് ചിത്തു. പിന്നെ വീഡിയോ അലർജിയാണ്, മറ്റേ ഭംഗി കൂടി പോയി പറഞ്ഞുകൊണ്ട് വീഡിയോ അലർജി ആകുമ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കാണിച്ചൊക്കെ ഇങ്ങോട്ട് നോക്കടാ. ഭംഗി നാട്ടുകാർ കാണട്ടെ. കുറവ് അമിത കുറവ് കാരണം ഭംഗിൻ്റെ ഒരു പ്രശ്നമാണത്. അപ്പോൾ നമ്മളെ അങ്ങോട്ട് പോവാം നമുക്ക് ബാക്കി എന്നിട്ട് അങ്ങോട്ട് പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കാം. എന്തായാലും 100 റുപ്യൻ്റെ ഷൂ, 1500 രൂപ. 1500 ഷൂ ഇല്ല. എന്ത് ചതിക്കാനാ ഇത്രയും ലുക്കായിട്ട് ഈ കാണിക്കുമോ? ചതിക്കല്ലേ, ഇതൊന്നും വീഡിയോ ആക്കി ഇടൂല. ഇതൊന്നും വരുന്നില്ലല്ലേ എന്നില്ലേ, ഇതൊന്നും വരുന്നില്ലല്ലേ. നിങ്ങൾ ചതിക്കല്ല നടന്നാ ഞാൻ ഇവിടെ പോസ്റ്റായിട്ട് നിൽക്കേ. നടക്ക് മോനെ, വെളിച്ചടിച്ചിട്ട് കളറും കത്തിപ്പോയ. ഓ എന്തൊരു ലുക്കാവേ. ജിത്തോ അങ്ങ് കളിക്കാൻ വേണോ? ഇതാകണ്ടേ പറയും. ഏത് ഐസ്ക്രീമോ നടക്കുന്നതായി വാങ്ങിക്കപ്പോ ഐസ്ക്രീം ആടാ വാങ്ങടാ വേഗോ വാങ്ങ്. വണ്ടി ഉണ്ട്, ഞാൻ കൊടുക്കാം. ഈ വാങ്ങിക്കോ. ഇങ്ങോട്ട് മന്തിപ്പീടി ഐസ്ക്രീം തിന്നാ മതി, മന്തിപ്പീടി ഒന്നും വേണ്ട. ചേട്ടാ 4 മന്തി ആ 4 മന്തി യൂട്യൂബിൽ ലൈവാടാ. നല്ല ഐസ്ക്രീം അർജുൻ രാജൻ ഫേമസ് ആട്ടോ. വേറെ ആരും ഇല്ല ഫേമസ് ആണ്. ഫേമസ് ആരും അറിയില്ല. ഈ പഠിക്കണ്ട ആരറിയില്ല, ഞങ്ങൾ കുടുംബക്കാരും കുടുംബക്കാർക്ക് തന്നെ മുഴുവൻ അറിയില്ല. താങ്ക് യു. ആ ഇവിടുന്ന് പെണ്ണിട്ടില്ലേ, പട്ടായം പോയി പെണ്ണിട്ടെന്ന് ചെയ്തപ്പേരല്ലേ. ഞാനൊന്ന് പെണ്ണയക്കോ കിട്ടുക. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ നല്ല ടേസ്റ്റ് ഉണ്ട്. വീശേരൊക്കെ ആടാ. അയ്യേ നോക്കൂ, നിങ്ങളതൊക്കെ മീശയിലൊക്കെയാ, എന്റെ മുടിയിലാവും ഐസ്ക്രീം ഒന്നും. അതാ പ്രശ്നം, മുടി തൊള്ളയിലേക്ക് വരും. ഞങ്ങൾ വരുന്നതിന്റെ തൊട്ടും എത്തിയിട്ടുള്ളൂ.
ദിസ് ഈസ് ദേവുട്ടൻ. എന്താടാ മൈക്കിൽ വരുന്നുണ്ട്. നീ സംസാരിച്ചോ? മൈക്കിൽ വരുന്നുണ്ട്. ഹലോ 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 ഇതാരാ ഉള്ളിൽ മാറിക്ക് സൈഡ് കാണണ്ടേ. സാധനം പോയി അതിന്റെ സ്പീക്കറൊക്കെ എടുക്കണ്ട, അതിന് റിസീവർ എത്തിയാൽ നടക്കുന്നതല്ല. എന്നെ ഈ ആയിട്ട് കമ്പനി അടിക്കുമ്പോൾ മാത്രമേ ബുദ്ധി കുറവുള്ളൂ. പറയടാ അഭിപ്രായം പറയടാ. ഇവൻ ഇൻട്രോവേർട്ടാട്ടോ, വേറെ ഇൻട്രോവേർട്ട് അല്ല. ആൾക്കാരെന്താ വിചാരിക്കുന്ന വിചാരിച്ചിട്ട് ജിമ്മിൽ പോയി ഡംബിൾ എടുക്കാൻ മടിച്ചു കുത്തിനിട്ട് ഒരു കൊല്ലായി. അവള് പാടട്ടെ. കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കുഞ്ഞിന് തീറ്റ കൊടുക്കാനാ. കുഞ്ഞ് കിടന്ന് കരഞ്ഞിടും. കുഞ്ഞെ നീ തരുമോ? കുഞ്ഞിനെ കയ്യിൽ നെയ്യപ്പം ഇല്ല, തരില്ല നെയ്യപ്പോ. അയ്യോ കക്കയെ പറ്റിച്ചു കഴിഞ്ഞ്. ഞാൻ പാടട്ടെ. പഴന്തമി പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവരമൈനമയങ്ങി സരസസുന്ദരി മണി നീ അലസമായി ഉറങ്ങിയൂ. കനവു നെയ്തൊര പരാപം മിഴികളിൽ പുരിഞ്ഞു. വിരലിൽ നിന്നും വഴുതി വീങ്ങും വിരസമായൊരാത്തിത്താളം. കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ കുഞ്ഞ് കിടന്ന് കഞ്ഞിടും. കുഞ്ഞെണീറ്റുമ്പോ നിന്നുടെ കയ്യിൽ നെയ്യപ്പോ ഇല്ലത്തെ ഇല്ല നെയ്യപ്പോ. ഒച്ച ഉണ്ടാക്കില്ലടി. ഇവിടെ എൻട്രി എടുക്കല്ല, ഇൻട്രോ എടുക്കുന്നത് കണ്ടില്ലേ? എൻട്രിന്നാ. അപ്പൊ നമ്മള് ബാക്കി അമ്പലത്തിന്റെ അവിടെ പോയി പരിപാടിയൊക്കെ കാണണ്ടേ. ബാ ചിത്തു പോവാ. ഇനി വരുന്നോ? മുട്ടായി അടിച്ചരാ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. ടാറ്റ ഉണ്ടാ? ടാറ്റ. എന്നാ നമ്മളങ്ങോട്ട് പോവാണ് കേട്ടോ. ഇത് പിടി പിടിച്ചോ. 85 ലെൻസ് എടുത്താലേ ഉള്ളൂ നമുക്ക് നല്ല ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു പക്വത കൂടിയ സാധനം കിട്ടിയെന്ന്. ഇത് കേടാണ്ടോ? ഇത് പുകയൊന്നും. ഇത് എന്തുണ്ട സാധനം അത്? ബബിള് ബബിളൊന്നും വരുന്നില്ല ഇതിലാണ്. എടാ ഇത് പൊക്കള വരുന്നില്ല, എന്നെ പറ്റിച്ചത് കേട്ടാ. എന്തോ അമ്പലത്തിന്റെ വിളക്കൊക്കെ കത്തിച്ച് അടിപൊളിയാക്കി വെച്ചിരിക്കുന്നു. നമ്മൾ അമ്പലത്തിലേക്ക് പോകാട്ടോ. ബാക്കി ഇവിടെയാണ് കേട്ടോ. എവിടെയാണ് മറ്റേ പരിപാടി? ഗാനമേള ഉണ്ട് രാത്രി.
അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പരിപാടിയും ഉത്സവമൊക്കെ അടിപൊളിയാക്കി. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട് കുറച്ചും കൂടി നല്ല രസമുണ്ടായിനി. ഇപ്പോൾ കുടുംബക്കാരെല്ലാവരും വന്നിനി, കസിൻസ് അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാവരും വന്ന്. അപ്പോൾ എന്തായാലും അടിപൊളിയായിക്കുന്നു ഉത്സവ പ്രാവശ്യത്ത്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങാൻ നേരം ഗാനമേള തുടങ്ങാണ്ട്. ഗാനമേള തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ 1 മണി 2 മണി വരെ ആളുണ്ടാവും. അപ്പോൾ അതിപ്പോൾ കണ്ടിരുന്ന് നാളത്തെ വർക്കിനൊക്കെ പോകാനുള്ള സൈഡായി പോകും. അടുത്ത ദിവസം ലീവ് എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വല്ല പരിപാടിയൊക്കെ കഴിഞ്ഞ് എന്തായാലും മാക്സിമം നമ്മൾ കവർ ചെയ്ത് ആക്കി ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് അല്ലെങ്കിൽ ബ്ലോഗോ അല്ലെങ്കിൽ റിവ്യൂ ഫസ്റ്റ് പറയാൻ മറന്നു. ഇന്ന് എമ്പുരാൻ്റെ ടീസർ ആണെങ്കിൽ അടിപൊളിയാണ്. റിയാക്ട് ചെയ്യാനുള്ള ടൈമിൽ എല്ലാവരും റിയാക്ട് ചെയ്ത് കഴിഞ്ഞ്. അപ്പോൾ അടിപൊളി ഒരു കിണ്ണം കാച്ച സാധനമാണ്. ഇതിൻ്റെ കൂടെ നമ്മളാ കണ്ടിരിക്കുന്നത്. പടം വരുന്ന നേരം കാത്തിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ അല്ലെങ്കിൽ ബ്ലോഗ് കാണുന്നവരെ ബൈ.